അപ്പോൾ നമുക്ക് പച്ചമാങ്ങ ജ്യൂസിനുള്ള പച്ചമാങ്ങ പറിക്കാം. നമുക്ക് നമ്മുടെ മാംഗോ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് മധുരമുള്ള ജ്യൂസല്ല, ചെറിയൊരു എരിവുള്ള ജ്യൂസാണ്. നമ്മളിപ്പോൾ 2 മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് മൂത്ത് വന്ന മാങ്ങയാണ് നല്ലത്. പച്ചമാങ്ങയേക്കാൾ കുറച്ചുകൂടി മൂപ്പായ മാങ്ങയാണ് നല്ലത്. അതിലേക്ക് 2 പച്ചമുളക്, 3-4 ഐസ് ക്യൂബ്. നമുക്ക് എത്ര തണുപ്പ് വേണം എന്നുള്ളതനുസരിച്ച് ഐസ് ക്യൂബ് എടുക്കുക. ആവശ്യത്തിന് ഉപ്പും എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ തൊലി കളയാതെ മുറിച്ചെടുക്കാം. തൊലിയോടുകൂടി വേണം നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് പഞ്ചസാര ഇപ്പോൾ ഷുഗർ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ജ്യൂസ്. വേനൽക്കാലത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഐസ് ക്യൂബ് ചേർത്തിട്ടാണ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തു. ഇനി ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 പിഞ്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. മധുരവും ആ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 പിഞ്ച് പഞ്ചസാര ചേർക്കുമ്പോൾ പുളി ഒന്ന് കുറഞ്ഞു കിട്ടും. എരിവൊന്ന് ബാലൻസ് ചെയ്തെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ട് തന്നെ കുടിക്കുന്നതാണ് ഈ ജ്യൂസ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി പുളി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇത് 1 പ്രാവശ്യം കൂടി വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് നമ്മുടെ കപ്പിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് ഈ ഒരു വേനൽക്കാലത്ത് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം ചേർത്ത് തന്നെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിന്റെ എരിവിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടുക മധുരമുള്ള ജ്യൂസ് ആയിരിക്കും. വലിയ ആളുകൾക്കാവുമ്പോൾ ചെറിയൊരു അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത്, പുളിയുള്ള മാങ്ങയാണെങ്കിൽ പ്രത്യേകിച്ചും പഞ്ചസാര ചേർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മർ ഡ്രിങ്ക് ആണ്. നമുക്കിപ്പോൾ എല്ലായിടത്തും മാങ്ങ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.